ഇതാരും അമ്പതക്കയോ ഇക്ക ഇക്ക എന്താ വിശേഷം? സുഖം തന്നെ ചാക്കൂ. ഇക്ക എന്താ കുഴികൾ കണ്ട് ബോധം പോയ പോലെ നിൽക്കുന്നത്? ഓ ഇതൊക്കെ ഒരു കുഴിയാണ് മോനെ. നമ്മുടെ കുടിക്ക് പോണ വഴിയിലെ കുഴികളാണ് മോനെ, കുഴികള്. അതിലാളുകൾ ചേനകൃഷിയും വാഴകൃഷിയും വരെ നടത്താറുണ്ടോ? അത്രയും വലിയ കുഴികളാണോ? ആണോന്നോ? ആ കുഴികളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ പുള്ളേ, അതായത് നമ്മുടെ മൂന്നാമത്തെ കെട്ടിയോള് ബിയാത്തുന്റെ 6ാമത്തെ പ്രസവം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കാണ്. ഡാക്ടർമാര് പഠിച്ച പണി 18 നോക്കി വലിച്ച് പുറത്തേക്കിടാൻ കഴിഞ്ഞില്ല. ഒടുക്കം നമ്മുടെ മൂത്ത മോൻ ഷുക്കൂറുണ്ട്, ഓനൊരു പെറ്റോർഷ അങ്ങോട്ട് എടുത്തു, ഓളയിലങ്ങോട്ട് കെടുത്തി. ആ റോട്ടിൽ കൂടെ 2 റൗണ്ട് തികച്ചില്ല. 12 പെറ്റ ബിയാത്തു 2 ഒന്നിച്ച് പറ്റൂ. ഒന്നാമത്തേതാണ് ഓൻ ഗട്ടർ, 2ാമത്തേത് പെണ്ണ്, ഓള് ബമ്പർ. ഹലോ, എന്ത് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയത്? പഠിച്ചോഞ്ഞേ, ഓള് കാലത്ത് പുളിയമ്മാങ്ങ് ചോദിച്ചപ്പോഴും നമ്മൾ കരുതി ബരക്കാക്കിയെന്ന്. ഞമ്മളിപ്പോ വരാം. ശരി ശരി വച്ചോളി. ഇക്ക പോവാണോ? ആ ഞമ്മള് പോവാണ് പുള്ളേ. ഇനിയിപ്പോ വെടിക്കെട്ടൊക്കെ വേണമെങ്കിൽ നമ്മൾ ലൈവ് കണ്ടോളാം. ഓക്കെ, അപ്പൊ എല്ലാവരോടും ഓക്കെ. പോകാൻ വരട്ടെ. ദേ നോക്കിയേ, നല്ല ഒന്നാന്തരം പാട്ടും പാടി ഡാൻസും കളിച്ച് നമ്മുടെ പ്രജകള് വരുന്നത് കണ്ടോ? എന്തായാലും നമുക്ക് എല്ലാവർക്കും അതൊന്ന് ആസ്വദിച്ചിട്ട് പോകാം. പൂരം കാണാ അയ്യോ അയ്യോ, ഓടിക്കോ! ആനയ്ക്ക് മതമിളകി, ഓടിക്കോ! ആനയ്ക്ക് മതമിളകുന്നു. കാണുന്നില്ലോ, വരുന്നൂടാ. എവിടെ? എന്താ ഇത്? ആന ഓടിയെന്നൊക്കെ പറഞ്ഞിട്ട് ആളോടിയത് മാത്രമേ കാണുന്നുള്ളൂ, ആനയെ കാണുന്നില്ലല്ലോ. ഈ ആന എവിടെ പോയി? അതിനെ ആന ഓടിയില്ലല്ലോ. ഓടിയതും ബഹളുണ്ടാക്കിയതും ആളുകളെ ഓടിച്ചതും ഒക്കെ ഇവിടെയൊക്കെ തന്നെയുള്ള ചില ആളുകളാണേ. ഇനിയിപ്പോ ആന ഓടിയെന്ന് തന്നെ ഇരിക്കട്ടെ, ആ ആനേനെ ഓടിച്ചത് ഈ ആളോട് തന്നെയാണ്. ശരിക്കും ആനക്കല്ല മതമിളകണത്, മനുഷ്യന്മാർക്കാണ് മതമിളകുന്നത്. മതമല്ല, മതം. അത് ശരിയാ. മതമിളകുന്നതും മതമിളകുന്നതും മനുഷ്യന്മാർക്കിടയിലാണ്. പാവം മൃഗങ്ങൾ സഹിക്കാൻ പറ്റാതാവുമ്പോ ആ മിണ്ടാപ്രാണികൾ അറിയാതെ ദേഷ്യപ്പെട്ടു പോകും. എല്ലാം സഹിക്കുന്നതിനും ഒരതിരില്ലേ? ഹൈ, ആ പറഞ്ഞത് ശരിയാണ്. മനുഷ്യന്മാർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും ദേഷ്യം വരും, അവർക്കും വേദനിക്കും, അവരും പ്രതികരിക്കും. വാമനൻ എന്നെ ചവിട്ടി താഴ്ത്തിയെങ്കിലും കൊല്ലത്തിലൊരിക്കൽ എനിക്കിങ്ങോട്ട് വരാം. പക്ഷേ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആന ഇടഞ്ഞാൽ, അതിന്റെ ഒരു ചവിട്ടേറ്റാൽ അതോടെ തീരും നിങ്ങളുടെയൊക്കെ അഹന്ത. അതെ, എല്ലാം ഗംഭീരായി. പൂരം ഇത്ര മനോഹരായിട്ട്
ആസ്വദിക്കാൻ പറ്റുമെന്ന് കരുതിയില്ല. കണ്ണു നിറഞ്ഞു, ഒപ്പം മനസ്സും. അപ്പോ ഇനി നമുക്ക് എല്ലാവർക്കും ഓണത്തിന് കാണാം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ തൃശൂർ പൂര ആശംസകൾ. എന്തായാലും ഇത്തവണത്തെ പൂരം ഗംഭീരായിട്ടാ. തിരുമേനി, പകൽ പൂരം തീരാറായി. ദേ അങ്ങോട്ട് നോക്കൂ, ആർപ്പുവിളികളുമായി വരുന്നത് കണ്ടില്ലേ? ഒരു ഉഗ്രൻ ടീമിനെ. തൃശ്ശൂര് ഗടികളാട്ടോ, ഗടികള്. ഹൈ, എന്തുട്ടണ്ടാ ഡാൻസ്! ആട്ടവും പാട്ടവും അടിപൊളി. പൂരം കൊടിയേറി മക്കളെ. അങ്ങോട്ട് നോക്കണം. Wow, Trishul! You rocked it! Now, let us invite Malappuram Orthopedic Society for the musical theatre show. Judges, please note, next is the musical theatre show by